ഹലോ, ഇന്ന് നമുക്ക് ഉപ്പുതറ വരെ പോയിട്ട് വരാം. വേറെ ഒന്നിനല്ല, ഓണമല്ലേ. അപ്പം നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ പപ്പായുടെയും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. പിന്നെ തപ്പലായി, എവിടെ സാധനം ഇരിക്കുന്നേ എന്നായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷൻ. അകത്ത് പോയി നോക്കുന്നു, അവിടെയും കാണാൻ പറ്റണില്ല. എന്തുവാന്നല്ലേ, അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ടുള്ള അട. എന്തായാലും തപ്പുമല്ലേ, എന്നാൽ പിന്നെ എല്ലാം ഒന്ന് കണ്ടിട്ട് തപ്പാം എന്ന് കരുതി. അങ്ങനെ എന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോയി. എന്നാലും എൻ്റെ സംശയം, ഞാൻ അതിൻ്റെ മുന്നിൽ കൂടെ വന്നിട്ട് ഞാനത് മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം കണ്ട്. അടുത്ത സാധനം ചവരി. അത് കഴിഞ്ഞിട്ട് ഓരോന്നും ലിസ്റ്റ് നോക്കുമായിരുന്നു എന്തുവാന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ശർക്കര എടുക്കാന്ന് എഴുതി. അതാ ആദ്യം കണ്ടത് കരിപ്പെട്ടിയ, പിന്നെ അങ്ങ് ശർക്കര എടുത്ത് കുറച്ച് മതി. ഇതിപ്പോൾ ഇത്രയും വലുതൊന്നും വേണ്ട, നമുക്കൊരു പീസ് മതി, ബാക്കി എല്ലാവർക്കും ഷുഗറാണേ. ഇനി അടുത്ത സാധനമാണ് മീൻ. എല്ലാവർക്കും മീനല്ല, എനിക്കിത് മെയിനായതുകൊണ്ട് ഞാനതിനെ വിട്ട് കളയുന്നില്ല, അതും കൂടി എടുത്തേക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങിച്ചുള്ളൂ, ബാക്കിയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയേക്കാം. ആദ്യം ഞാൻ ചൗരി ഒന്ന് ഫ്രൈ ആക്കാന്ന് വെച്ചു. ഫ്രൈ ആക്കിയിട്ട് അത് കഴുകി കഴിഞ്ഞ് ഇപ്പുറത്ത് വെള്ളത്തിട്ട് തിളപ്പിച്ച് നല്ല ഇതാക്കാന്ന് വെച്ചു. എനിക്കത് അറിയത്തില്ല കേട്ടോ, അത് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഫസ്റ്റായിട്ട് ഉണ്ടാക്കുക. കെട്ടിക്കഴിഞ്ഞാൽ നീ എല്ലാം പഠിച്ചോളൂന്ന് പണ്ട് അമ്മ പറഞ്ഞത് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളും അതെ, കെട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളും പഠിക്കും കേട്ടോ, ഓർത്തോ. വേണമെന്നില്ല, ഞാൻ തിളച്ച വെള്ളത്തിനകത്തോട്ട് അടയിട്ട് അട ഒട്ടി പിടിക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ, തിളച്ച വെള്ളത്തിലോട്ട്. പിന്നെ അടയിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. പിന്നെ ഞാൻ എളുപ്പം പണി തീർക്കാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. നിങ്ങൾ നോക്കി സൈഡിലൊക്കെ എന്താ ഒട്ടിച്ച് വെച്ചേക്കുന്നല്ലേ, അത് പുളി ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുക. മൊത്തം പുകയില്ലെങ്കിൽ അകത്തോട്ട് കയറാം, അതുകൊണ്ട് ഓരോന്നും വെച്ച് അടച്ചടച്ച് വെച്ചേക്കും. അങ്ങനെ അട വെന്തു. ഞാൻ പാത്രത്തോട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എളുപ്പത്തിനുള്ള വഴികളിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. യൂട്യൂബൊക്കെ നോക്കിയെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. ആദ്യമായിട്ടല്ലേ, തെറ്റുകൾ സംഭവിക്കണമല്ലോ, അങ്ങനെയല്ലേ പഠിക്കണത്. എന്തൊക്കെ തെറ്റുകൾ വന്നാലും എൻ്റെ ലക്ഷ്യം അടപ്രഥമൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് കൊണ്ട് ടേസ്റ്റ് നോക്കാൻ തരുക. വേറൊന്നുമല്ല, അവിടെ അമ്മ എല്ലും കപ്പ് വെക്കുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ലക്ഷ്യം എൻ്റെ ലക്ഷ്യം അടപ്രഥമൻ. അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ, അത് മതിയത്. ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ശർക്കരപ്പാനിയുടെ അകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന അടയിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന്. അതിന് ശേഷം ആ ചൗരിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് എടുത്തിട്ടു. പാല്, ഇത് 2ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. 1ാം പാല് ഞാൻ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഒത്തിരി ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ കുറച്ചുണ്ടാകും. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട്, രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ആവശ്യത്തിന് നമ്മുടെ ഒരളവിന്, അതിനുശേഷം കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഏകദേശം റെഡിയായി. അപ്പോൾ തന്നെ നമ്മൾ 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസം റെഡി. ചൂട് അടപ്രഥമൻ. സൂപ്പർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.